ربنا لا مانع لما أعطيت ولا معطي لما منعت بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون صدق الله العلي العظيم بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم लाई हयात आए लाई हयात आए क़ज़ा ले चली चले न अपनी खुशी से आए न अपनी खुशी चले खुदा के रूबरू जिस दिन क़यामत का वफ़ा होगा उसी दिन बाप बेटे का न बेटा बाप का होगा न हमशीरा बहादुर की न बीवी अपनी शौहर की वो ऐसा वक्त होगा भाई भाई से जुदा होगा. അനുഗ്രഹീതമായ ഈ ഇൽമിൻ്റെയും ദുആയുടെയും മജ്ലിസുന്നൂറിൻ്റെയും ഒക്കെ സദസ്സിൽ സന്നിഹിതരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, കേരളത്തിലെ ഒട്ടനേകം ആത്മീയ സദസ്സുകൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടിയ നല്ല നസീഹത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക സമ്മേളനം വരികയാണ്. അതിൻ്റെ പ്രചരണവും ചിന്തയും ആഖിറവുമായി ബന്ധപ്പെട്ട ഓർമ്മയും ഉണ്ട് എന്ന് നമുക്ക് സമാശ്വസിക്കാം. വളർന്നു വരുന്ന പുതിയ നമ്മൾ കണ്ടാൽ നമുക്കത് വേദവാക്യമാണ്. ഏതെങ്കിലും ഒരു നേതാവ് പ്രഭാഷണത്തിൽ അതിശയോക്തി കലർത്തി അത് നിഷേധിക്കുന്നവർ കൂടി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അഭൗതികമായിട്ടുണ്ടാകുന്നവ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ ഇല്ല എന്ന് പറയുക. മരണവുമായി ബന്ധപ്പെട്ട, ഖബറുമായി ബന്ധപ്പെട്ട, മഹ്ശറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതിലെ ചില കാര്യങ്ങൾ ഇല്ല എന്ന് പറയുക. അങ്ങനെ നിഷേധിക്കുന്ന ആളുകൾ ഖദ് ഖസിറ, അവർ പരാജയപ്പെട്ടവരാണ്. ഏതുവരെയാണ് അങ്ങനെയുള്ള ആളുകൾ ഈ അന്ത്യദിനത്തിന്റെ വിഷയത്തിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയതിൽ ഞങ്ങൾക്കുണ്ടായ ദുഃഖമേ, ഞങ്ങൾക്കുണ്ടായ സങ്കടമേ. ഗൗരവത്തോടെ നമ്മൾ ഈ സാഹചര്യത്തിൽ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് പോയിരിക്കണം എന്നീ കുട്ടികൾ തന്നെ പറയാണ്. ഇവർ സമ്മതിക്കുന്നില്ല. ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ, അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അവനവൻ്റെ സീറ്റിൽ പോയിരിക്കുക. അവർ അധ്യാപകനോട് കയർക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നവർ ഉറക്കെ പറയുക മാത്രമല്ല, കുറെ നേരം വാഗ്വാദം നടത്തിയിട്ടവർ തിരിച്ചുപോയി. സാധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കോളേജിന്റെ പ്രിൻസിപ്പലുടെ അടുക്കൽ പോയിട്ട് പരാതി പറയുന്നതിന് പകരം അവർ ചെന്നത് ഗേറ്റിന് സമീപത്ത് കാത്തു നിൽക്കുന്ന മീഡിയയുടെ അടുക്കലേക്കാണ്. അവിടെ പോയിട്ട് അവർ കാര്യം പറയുന്നു. ഈ കോളേജിൽ ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും വാളെടുത്തു. എല്ലാവർക്കും ഉണ്ടട്ടെ. ഫാറൂഖ് കോളേജിന്റെ ആ നാമത്തിൽ തന്നെ ഒരു മുസ്ലിം ടച്ച് ചെയ്യുന്നു. ഐസിസ് അത് പ്രാക്ടിക്കലാക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന തിയറി പ്രാക്ടിക്കലായിട്ട് ISIS ഒരു മുസ്ലിമും അംഗീകരിക്കാത്ത ഏറ്റവും വലിയ ഭീകര സംഘടന നടപ്പാക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഒരു കമന്റ്.
അത് പ്രചരിപ്പിച്ച് ടാബ്ലറ്റുകൾ വാങ്ങിച്ചു കൊടുത്തു. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലത്ത് ടീച്ചറാണ്. കൊല്ലത്ത് നിന്ന് ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് ആലുവയിലേക്ക് വരികയാണ്. ഭാര്യ തിരിച്ചു വന്ന് പറഞ്ഞു, എത്ര ട്രെയിനിൽ യാതൊരു കളിക്കുന്ന കമ്പ്യൂട്ടറുകളിലും കളിക്കുന്ന ഗെയിമുകൾ ഉണ്ടല്ലോ, അവരുടെ മനസ്സിൽ അവയൊന്നും ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല, വാങ്ങി വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ കൽബിൽ ഖുർആൻ ഉണ്ടാകേണ്ടതിന് പകരം ഇവരുടെ കൽബിൽ ആഖിറവുമായി ജീവിതമാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള ജീവിതം. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ രണ്ടാമത് പുനരുദ്ധരിക്കപ്പെടുന്ന ആളുകളല്ല എന്ന് അവർ നിരന്തരം ഉപദേശിച്ചു, അവർ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമിന്റെ വലിയ ഒരു പ്രമേയമായി, സഹോദരാ നീ മരിക്കും എന്നതിനേക്കാൾ ശക്തമായി അല്ലാഹു തആല ഉയർത്തിക്കാണല്ലോ. ഈ ആസിബിനു വായിൽ അവനെ പോലെയുള്ള ആളുകൾ എന്റെ മുമ്പിൽ ഉദാഹരിച്ചിരിക്കുകയാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയുറ അമാമ. അല്ലാഹ് പറയാണ്, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യ നമ്മൾ വാക്കുന്നവരാകരുത്. അങ്ങനെയായാൽ നമ്മൾ കൈവിരൽ കടിക്കേണ്ടി വരും. യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ. അപ്പോഴാ പറയേണ്ടി വരിക, പടച്ചവനെ ഞങ്ങൾ മണിക്കൂറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹായിത്തിൽ ബനി നജ്ജാർ അലാ ബഗ്ലത്തിൻ ലഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഒരു കോവർ കഴുതയുടെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു നജ്ജാറിന്റെ തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃഗത്തിന്റെ പുറത്താണ്. വനഹ്നു മഅഹു, ഞങ്ങൾ നബിയുടെ കൂടെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കോവർ കഴുത റസൂലുള്ളാഹിയെ കൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനും ചെരിയാനും തുടങ്ങി. ഞങ്ങൾ കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഴുതപ്പുറത്ത് നിന്ന് വീണു പോകുമോ. ഞങ്ങളിങ്ങനെ നോക്കി, എന്താണ് ഈ ഭാഗത്തുള്ളാഹി സുഖങ്ങളും ശിക്ഷകളും അല്ലാഹു തആല ചില ആളുകളുടെ മുമ്പിൽ വെളിവാക്കി കൊടുത്ത സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ നിരവധി തന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി ബദറിന്റെ സമീപത്തു കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു മനുഷ്യൻ ഇങ്ങനെ തീജ്വാലകളോടുകൂടെയുള്ള ശരീരവുമായിട്ട് ഇങ്ങനെ വരുന്നു. അവന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. അവനെ അടിക്കുന്നുണ്ട്, അവനെ ദ്രോഹിക്കുന്നുണ്ട്, അവനിങ്ങനെ വെള്ളത്തിന് വേണ്ടി കേഴുന്നുണ്ട്. ഈ സ്വഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ബദറിന്റെ സമീപത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ ഇങ്ങനെ തീയിൽ കരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടുകയും അവനെ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ പിന്നാലെ പോകുന്നതും ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മനസ്സിലായില്ലേ? അബൂജഹൽ, അത് അബൂജഹലാ. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അവനെ ഈ രീതിയിൽ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബികളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാവരും പറയൂ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഹറമിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. ഹറമിന്റെ കുറച്ച് ഏതാനും അതിർത്തിയോടടുത്ത് പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന ഹൈവേയുടെ ഭാഗത്തുള്ള ഒരു ഹാഇൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ള ഒരു പള്ളിയുടെ ചാരെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഖബറിന് മുകളിൽ ഹാദാ ഖബറു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ടവരുടേതായി പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഖബറിന്റെ അവിടെ നിൽക്കുമ്പോ അല്ലാഹു തആല നൽകിയ വലിയ നിഅമത്തുകളെ ഓർക്കാൻ കഴിയാതിരിക്കുകയില്ല.
അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഒരിക്കൽ ഞാൻ ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ പോയി ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ഫമറർതു ബിഖബരിൻ മിൻ ഖുബൂരിൽ ജാഹിലിയ, ജാഹിലിയ കാലത്തിൽ ഖബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഖബറിനരികിലൂടെ ഞാൻ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു രാത്രിയാകാനായ ഒരു സമയമാണ്. ഫഇദാ റജുലുൻ ഖദ് ഖറജ മിനൽ ഖബർ, അപ്പോഴതാ പെട്ടെന്ന് ഒരു ഖബറിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. യതഅജ്ജജു നാറാ, ആ മനുഷ്യന്റെ ശരീരം ആകെ ഇങ്ങനെ തീയിലിങ്ങനെ ജ്വലിക്കുന്നുണ്ട്. ഫീ ഉനുഖിഹി സിൽസിലത്തും മിൻ നാർ, ആ മനുഷ്യന്റെ കഴുത്തിൽ തീയുടെ ഒരു ചങ്ങലയുണ്ട് പിരടിയിൽ. എന്റെ കയ്യിലാണെങ്കിൽ വെള്ളം നിറച്ച ഒരു തോൽപാത്രമുണ്ട്. ആ മനുഷ്യൻ തീ കൊണ്ടാളുന്ന ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ വിളിച്ചു, യാ അബ്ദുല്ലാ ഇസ്ഖിനി, അബ്ദുല്ലാ എനിക്ക് കുറച്ച് വെള്ളം താ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയാണ്, ഞാൻ വിചാരിച്ചു പടച്ചോനെ ഈ മനുഷ്യന് എങ്ങനെയാണ് എന്റെ പേര് മനസ്സിലായത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുമ്പോ പെട്ടെന്നതാ ആ ഖബറിൽ നിന്നും മറ്റൊരാൾ എഴുന്നേറ്റ് വന്നുകൊണ്ട് പറയുന്നു, ലാ തസ്ഖി, അയാൾക്ക് വെള്ളം കൊടുക്കല്ലേ. അല്ലാഹുവിനെ നിഷേധിച്ചു. അല്ല, നീ വലിയ അഹങ്കാരി. ദജ്ജാൽ സ്വർഗം കൊടുക്കും, ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ സ്വർഗം സ്വീകരിച്ചവർക്ക് ആ സ്വർഗം നരകമായിരിക്കും. അവന്റെ നരകത്തിൽ കടക്കാൻ തയ്യാറായവർക്ക് ആ നരകം സ്വർഗമായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ പറയുകയാണ്, വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം, അവരുടെ പുറത്ത്, അവരുടെ മുതുകുകളിൽ അവരുടെ പാപങ്ങൾ ചുമന്ന്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്ര വലിയ പാപമാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? അതിന്റെ ഗൗരവാവസ്ഥ നമ്മൾ ആരെങ്കിലും ഉൾക്കൊള്ള, ഇതാലോചിക്കുക, ഇത് ചിന്തിക്കുക. അല്ലാഹുവേ, എത്രമേൽ വലിയ കൊടിയ ശിക്ഷയാണ് നീ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബറിനുള്ളിൽ നിന്ന് മനുഷ്യർ പുറത്ത്, വമിൻഹും മുശാത്തുൻ അലാ റിജ്ലിഹിം, അത് കാലിന് മുകളിൽ നടന്നു പോകുന്ന ആളുകൾ അവർക്കിടയിലുണ്ട്. അവരിങ്ങനെ സാധാരണ മനുഷ്യർ നടക്കുന്നത് പോലെ നടക്കും. വമിൻഹും മയ്യംശി അലാ വമിൻഹും റുക്ബാൻ, അവർക്കിടയിൽ മുട്ടുകുത്തി നടക്കുന്നവരുണ്ട്. കാലിന്റെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിലത്തുകൂടെ നടക്കുക. മുഅ്മിനേ, ചിന്തിക്കുക, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കാണാനുള്ളതാണ്. വമിൻഹും മയ്യംശി അലാ വുജൂഹിഹിം, മുഖം കുത്തിയിട്ട് കാലുകൾ മുകളിലാക്കി നടക്കുന്നവരും അവർക്കിടയിലുണ്ട്. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾക്കും സ്വഹാബികൾ ചോദിച്ചില്ല, നബിയെ എങ്ങനെയാ കാലിന്റെ മേളിൽ നടക്കുക, എങ്ങനെയാ മുട്ടുകുത്തി നടക്കുക, എങ്ങനെയാ ഇഴഞ്ഞു നടക്കുക? ചോദിച്ചില്ല. എങ്ങനെയാണ് നബിയേ മുഖം കുത്തിയിട്ട് അവർ ഖബറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത്? അവിടുന്ന് മറുപടി പറയുകയാണ്, അള്ളയല്ലേ കാലിന്റെ മുകളിൽ നടക്കാൻ അവർക്ക് ദുനിയാവിൽ അവസരം നൽകിയത്. ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം, ഏതൊരു റബ്ബാണോ അവരുടെ രണ്ട് കാലിന്റെ മുകളിൽ അവരെ നടത്തിയത്, ആ അല്ലാഹു തആല ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന് മുകളിൽ അവരെ നടത്താൻ കഴിയുന്നവനാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നവരാവുക, അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലുള്ള എല്ലാവരും അതിനൊന്ന് തീരുമാനിക്കണം. ഈ മജ്ലിസിൽ വെച്ച് നല്ല ഒരു സ്വതക്ക കൊടുത്തിട്ട് വേണം ഈ പരിപാടി നിങ്ങൾ വിജയിപ്പിക്കാൻ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് ഈ നാടിന്റെ ഒരു ആനന്ദമാണ്, ഇത് ഈ നാടിന്റെ ഒരു സന്തോഷമാണ്. മജ്ലിസുന്നൂറിലേക്ക്, പ്രേമങ്ങളിലേക്ക്, സിനിമകളിലേക്ക് നമ്മുടെ നാടുകളിലുള്ള പലരും പോകുമ്പോ നമ്മൾ അവിടെ പിടിച്ചു നിർത്തുകയാണ്. മോനെ അരുത്, മോനെ അരുത്.
മോളെ അരുത്, ചെറുപ്പക്കാരാ പാടില്ല, നീ അള്ളാഹുവിനെ ഓർക്കുന്ന മുഅ്മിനായി ജീവിക്കേണ്ടവനാണ്. പ്രസിദ്ധമായ ഒരു സംഭവം ഉദ്ധരിച്ച് നിർത്തുകയാണ്. പഴയ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വാളുകളിൽ കേട്ട ഒരു സംഭവമാണ്. അയാളാണ് ഹജ്ജിന് വരാതെ അള്ളാഹു ഹജ്ജ് സ്വീകരിച്ചത്. അദ്ദേഹം ഞെട്ടി ഉണർന്നു. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഞാൻ ഈ കേട്ടത്? എത്ര വലിയ അത്ഭുതമാണ് ഞാൻ ഈ കേട്ടത്. അബ്ബത്ത് കിടന്നുറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ വർഷം ഹജ്ജ് ചെയ്ത ഒരാളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല, ഒരാളുടേതൊഴികെ. അത് മുവഫഖ് എന്ന ആളുടേതാണ്. അയാളാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വന്നിട്ടില്ല. എന്താണ് കാരണമെന്നറിയില്ല. നിങ്ങളാണോ അത്? ഹജ്ജ് ചെയ്യാൻ വീട്ടിൽ ഇപ്പം ല്ലോ, അങ്ങാടിയിൽ പോയാൽ ഇപ്പൊ മാംസം കിട്ടുകയുമില്ലല്ലോ. നിങ്ങളാണെങ്കിൽ നാളെ ഹജ്ജിന് പോവുകയല്ലേ? എനിക്ക് വലിയ നാണക്കേട് തോന്നി. എന്നാലും എൻ്റെ ഭാര്യ അവസാനമായിട്ട് ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് ഗർഭിണിയായവള് പറഞ്ഞ എൻ്റെ ആഗ്രഹമല്ലേ, അവളുടെ ആഗ്രഹമല്ലേ, അതുകൊണ്ടൊരു പാത്രവും എടുത്തിട്ട് ഞാൻ ത്തേക്ക് പോയി. ഞാനിങ്ങനെ വാതിലിൽ മുട്ടി. വാതിലിന്റെ പിന്നിൽ നിന്ന് മാംസം ഞാൻ വന്നതാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് കഴിക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. അത് ഞങ്ങൾ, എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും തരിക. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്ന് അത് സ്വതക്ക ചെയ്യുന്നവരുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. ഉറക്കം അവരുടെ മുറാദുകൾ നീ ഹാസിൽ തമ്പുരാനെ. അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിയ്യത്തോടെയാണ് ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ നിയ്യത്തുകൾക്ക് നീ പകരം നൽകണേ റബ്ബേ. എത്ര സദഖയാണ് ചെയ്യുന്നെങ്കിലും ഇരട്ടിയായി ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കണേ റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തരാത്തവരൊക്കെ വേഗം വന്ന് വേഗം സല്ലല്ലാഹു അലാ മുഹമ്മദിന്റെ ഉടമയുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റഹ്മാനെ. ആ കയ്യിന്റെ ഉടമക്ക് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, അവരുടെ സന്താനങ്ങൾ, മാതാപിതാക്കൾ, അവർക്കൊക്കെ ഈ സ്വതക്കയുടെ സവാബ് നീ നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ